ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡ്, യൂറോ യുഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ പോകാൻ സാധ്യത കൂടുതലെന്നുള്ളത്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ ഗോൾഡിൻ്റെ ചാർട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു സെല്ലിലെ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള ട്രെൻഡാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം 50 മില്യൺ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു, പിന്നെ പുതിയൊരു ട്രെൻഡ് ഇവിടെ നിന്ന് വന്നു. പിന്നെ മാർക്കറ്റിൽ നിന്നാണ് ഒരു ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബൈയിങ്ങിലേക്കാണെങ്കിലും ഒരു വൺ ഡയറക്ഷൻ പുഷ് തന്നെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഓവറോൾ സെല്ലിങ്ങിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. ഓക്കെ ആണല്ലേ. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താലേ പിന്നെ നമുക്ക് ബൈയിലേക്കുള്ളൊരു ട്രെൻഡ് കൺഫേം ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഇതുപോലുള്ള ഇൻഡ്യൂസ്മെൻറ്റോ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ബൈ എൻട്രിക്ക് സാധ്യതകളുള്ളൂ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഓവറോൾ സെല്ലിങ്ങിലേക്ക് തന്നെയാണ് സാധ്യതകൾ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ട്രേഡ് റണ്ണിങ്ങിലുണ്ട്, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഈ തൊട്ട് മുകളിലുള്ള പ്രീമിയത്തിലുള്ള സെല്ലിംഗ് സോണിലേക്ക് വന്നാലും നമുക്കെന്താണ് ഇതിൽ കൺഫർമേഷൻ നോക്കി ഡൗൺ സൈഡിലേക്ക് തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. നമുക്ക് ഇങ്ങനൊരു ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു 1:3 നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് നോക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ അല്ലേ. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞ പോലെ ഓവറോൾ സെല്ലിങ്ങിലേക്ക് തന്നെയാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 50 മില്യൺ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് കുറച്ച് വീക്കായിട്ടുള്ളൊരു ട്രെൻഡാണ്. ബൈയിങ്ങിലേക്ക് നോക്കണമെങ്കിൽ ഇനി ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താലേ ഇതൊരു ബൈയിങ്ങിലേക്കുള്ള ട്രെൻഡായിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ. നമുക്ക് ബൈയിങ്ങിലേക്കുള്ളൊരു ട്രെൻഡായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ബൈയിങ്ങിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഇത് വരും. പിന്നെ എന്താണ് നമുക്ക് ഒരുപാട് ബൈയിങ്ങിലേക്കുള്ള ലെവൽസ് തന്നെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഹൈനെ ബ്രേക്ക് ചെയ്യുവാണ്. ഇപ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള ട്രെൻഡാണ് ഗോൾ ഉള്ളതെന്നൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ് ഇനി യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ലാസ്റ്റ് ദിവസം എന്താണ് 50 മില്യൺ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് വന്നുകൊണ്ട് ഇതാണ് നമുക്ക് മേജർ ലോ ആയിട്ട് ഇവിടെ കൺഫേം ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ. നമുക്കൊരു മേജർ ലോ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഹൈയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്രീമിയത്തിൽ നിന്ന് തന്നെ ബൈ നോക്കുന്ന അത്ര സേഫായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഓക്കെ അല്ലേ. നമുക്ക് ബൈയിങ് നോക്കാനാണെങ്കിൽ ഇതൊരു ബൈയിങ് സോണാണ്. പിന്നെ കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു 50% വന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ബൈയിങ് സോണുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയിലേക്ക് നോക്കുന്നത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ. മാർക്കറ്റിൽ ഇതൊരു ബൈയിങ് സോണായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. 50 മില്യൺ നോക്കുകയാണെങ്കിൽ ഇതൊരു ബൈയിങ് സോണാണ്. അതുപോലെ തന്നെ ഏറ്റവും ഡിസ്കൗണ്ടിലും ഒരു ബൈയിങ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ വന്നിട്ടല്ലോ. മാർക്കറ്റ് ഇതിന് ശേഷം എന്താണ് ഇവിടെ നമുക്ക് എൻട്രി നോക്കുന്ന കുഴപ്പമില്ല, പക്ഷേ ഇത് പ്രീമിയം ഏരിയ ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇത് പ്രീമിയം ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ RR കുറവായിരിക്കും, അത്രത്തോളം സേഫ് ആയിരിക്കില്ല ഇവിടെ നിന്നുള്ളൊരു എൻട്രി. ഓക്കെ അല്ലേ. യൂറോ യുഎസ്ഡിയിലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് യൂറോ യുഎസ്ഡിയിൽ വരുന്നത് കേട്ടോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു നോക്കുകയാണെങ്കിൽ ട്രെൻഡിൽ ഒരു ലിക്വിഡിറ്റി മേജർ ലിക്വിഡിറ്റി ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഡിസ്കൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ബൈയിങ് സോണായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ബൈ എൻട്രി നോക്കാനായിട്ടും പറ്റും. ഇത്രയും സാധ്യതയാണ് യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്കും വരുന്നത്. പിന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓവറോൾ അത്ര ഒരു സുഖമില്ലാതെ തന്നെ പറയാം. നമുക്ക് നെക്സ്റ്റ് ഒരു ബൈയിലേക്ക് നോക്കണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നാലാണ് നമുക്ക് ബൈ എൻട്രി നോക്കാനായിട്ട് വരുന്നത്. 50 മില്യൺ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നാലാണ് ബൈ നോക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിനുള്ളിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അത്രത്തോളം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം ഓൾറെഡി മാർക്കറ്റ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു റേഞ്ചിൽ സെല്ലില്ല. പിന്നീടൊരു സെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 50 മില്യൺ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള 50 മില്യൺ ലിക്വിഡിറ്റി. ഓക്കെ അല്ലേ. രണ്ടും ഞാൻ മാർക്ക് ചെയ്തതാണ് കേട്ടോ. ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് ഈ ലോയിൽ ലിക്വിഡിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ബൈയിലേക്ക് ട്രേഡ് നോക്കാനായിട്ടും പറ്റും കേട്ടോ. ഈ രണ്ട് സാധ്യതകളാണ് നിഫ്റ്റീൻ്റെ കാര്യത്തിലുള്ളത്. പിന്നെ ഇത് മൺഡേ ആണ്. ഓവറോൾ അത്ര ഒരു സുഖമായിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനും അല്ല. അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.